നമസ്കാരം. ട്വിസ്റ്റ് ഇല്ലാതെ എന്ത് നിക്ക് അല്ലേ? അപ്പോൾ എല്ലാവരും സംശയം എന്താ ഈ നിക്ക് എന്നുള്ളത്. നിക്ക് വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പുള്ളിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. വേറൊന്നുമല്ല, ആ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അറിയാത്ത കുറച്ച് പേരുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ കുറച്ച് അറിയാത്ത കുറച്ച് പേരുണ്ട്. ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ട് എന്താ പുള്ളിൻ്റെ ഒരു മോട്ടീവ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാത്തവരുണ്ട്. ആ അറിയാത്തവർക്ക് ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണിത്. കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നും ആക്റ്റീവ് അല്ല, അത്യാവശ്യം യൂട്യൂബുകൾ എടുത്ത് നോക്കുന്നുള്ളത്, അതും പരിചയക്കാരൻ്റെതൊക്കെ വന്ന് നോക്കുന്നുള്ളത് കൊണ്ട് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആര് നിക്ലോസ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇന്ന ആളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതും വെറും വീഡിയോ അല്ല, നാട്ടുകാരനെ സഹായിക്കും. ഒന്നിനും പറ്റാതെ ഒരു തരത്തിലും ഗ്രോ അപ്പ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരെ കണ്ടെത്തി പിടിച്ച് വീഡിയോ ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഈ നിക്ക് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവരെ കൊണ്ട് പറയുകയും ചെയ്യും. എൻ്റെ വീഡിയോയിലൂടെ അവരത് കാണുകയും ചെയ്യും. ചിലപ്പോൾ നിക്ക് വ്ളോഗ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല അവർക്ക്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമ്പോൾ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേർക്ക് അറിയാം. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കും. അത് ഉള്ളിൽ കുറച്ച് പേർക്കെങ്കിലും അത് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നിക്ക് എനിക്ക് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ ഇതൊരു വലിയൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. കാരണം എനിക്ക് പുള്ളിൻ്റെ വീഡിയോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞു, നീ നിക്കിൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ടല്ല വീഡിയോ ചെയ്തെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഇതൊക്കെ മെസ്സേജ്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലായിടത്തും എനിക്ക് മെസ്സേജ്, നീ പൈസ മേടിച്ചിട്ടല്ലേ, എനിക്ക് എന്തറിയാം, അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചു. പക്ഷേ ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൊത്തം ആനുകൂല്യമോ അല്ലെങ്കിൽ ആനുകൂല്യം ഒന്നും പറയാനും പറ്റില്ല. കാരണം വേറൊന്നുമല്ല, പുള്ളി സഹായിച്ചത് ആലപ്പുഴയിൽ കിടക്കുന്ന ആൾ പാലക്കാട് വരുന്നത് സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പുള്ളിക്കാർക്ക് ആലപ്പുഴയിൽ തന്നെ പോയി ചെയ്താൽ പോരെ. അതുകൊണ്ട് ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല, ഇതെല്ലാം ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള കാര്യമെന്നുള്ളത് ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. കാരണം പാലക്കാട് നിന്ന് എടുക്കുന്ന വീഡിയോ ഒരു 3 വീഡിയോ ആയി ഇപ്പോൾ പാലക്കാട് നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡുകളും അങ്ങനെയാണ്. ഇപ്പോൾ 3 എപ്പിസോഡായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. അതെന്ന് എനിക്ക് അറിയുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഞാൻ പുള്ളിനെ കണ്ട് മീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ പുള്ളി ഒരു 3 എപ്പിസോഡായിട്ട് വരുന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാനിത് പേഴ്സണലായിട്ട് ഞാൻ ഇത് കണ്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് അറിയാവുന്നതാണ്. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് ഇപ്പം ഈ പറയുന്ന നെഗറ്റീവ് അടിക്കുന്നവർ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അവൻ സഹായിക്കാൻ നോക്കുമോ? ഒരിക്കലുമില്ല. അവൻ 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ വീടിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടും. അത് നീ വലിയ പേര് കിട്ടാണ്ടല്ലേ, പെരുമ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടും. ആയിക്കോട്ടെ, പേര് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ, പെരുമ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ എന്നായിക്കോട്ടെ, അങ്ങനെ തന്നെ വെച്ചോ, ഒരാൾക്കും ഒരു വിഷയമില്ല. പക്ഷേ അതുകൊണ്ട് 4 പേർക്കൊരു ഉപകാരം ഉണ്ടെന്ന് പറയുമ്പോൾ ആ പേരും പെരുമയും ഉണ്ടാക്കുന്നത് തമ്മിൽ അതൊരു ഗുണമല്ലേ? പേരുണ്ടായിക്കോട്ടെ, പെരുമയുണ്ടാവും, ഒരു വിഷയമില്ല. ആ പേരും പെരുമയും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഒരു കുടുംബം സന്തോഷത്തോടെ ചിരിച്ച് അവരുടെ ജീവിതത്തിലോട്ട് മടങ്ങി വരികയാണ്. അത് മനസ്സിലാക്കുന്നില്ല ഈ കമന്റോളികൾ. അവർക്ക് ഇപ്പോഴെന്തോ നിക്കളിയും വന്നിട്ട് ഒരു ഫാമിലിനെ, അവൻ്റെ അറിയുന്ന ഒരു ഫാമിലി പിടിച്ച് നിർത്തി കരയാൻ പറയണു, ചെയ്യാൻ പറയുന്നു, അതുകൊണ്ട് അവർ സഹായം ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ അവർക്ക് റിയലൈസ് ആയിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുള്ള എന്താണെന്നുള്ളത്. കാരണം അവരവരുടെ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് അതിൽ അറിയാൻ പറ്റുള്ളൂ. ഞാനത് പേഴ്സണലി കണ്ട് അനുഭവിച്ച ഒരാളാണ്. എനിക്ക് ആ കുടുംബത്തിനെ എനിക്കറിയാം. നാട്ടുകാർ പോലും സഹായം ചെയ്യാനില്ലാത്ത സമയത്ത് ഈ എവിടെന്നോ ഇവരുടെ ക്രൂ അത് ഈ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ട് ആ കുടുംബം ഇത് എലിജിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ട ആ ഒരു ടീമുണ്ട്. അത് അടിപൊളിയാണ്. ആ ക്രൂ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ചാനൽ ഇപ്പോഴും വിജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്നിട്ട വീഡിയോ അത് എടുത്തു പറയാം. കാരണം ഓട്ടോ രമേശ് ഏട്ടൻ നമുക്കറിയാം, നമ്മുടെ ഉടപ്പിലൂർ സ്റ്റാൻഡിൽ ഓടുന്ന ആളാണ് രമേശ് ഏട്ടൻ പറഞ്ഞ ആൾ. പുള്ളിക്ക് ഭയങ്കര കടബാധ്യതയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുള്ളി അതൊന്നും വെളിയിൽ കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് ആലപ്പുഴയിൽ കിടക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് പൈസ കൊടുത്ത് സഹായിക്കണം പറയുമ്പോൾ അത് വെറും ഒരു പേരും പ്രസക്തിക്കും വേണ്ടിയിട്ട് മാത്രമാണോ, അതൊരു കുടുംബമെങ്കിലും തന്നാൽ ആവുന്ന വിധം സഹായിച്ചിട്ട് ആ കുടുംബം രക്ഷപ്പെട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ടാണോ വരുന്നത്? ഈ പറയുന്നവർ 5 പൈസ എടുത്ത് കൊടുക്കരുത്, മുട്ടായി പോലും മേടിച്ച് കൊടുക്കാത്തവരായിരിക്കും ഈ കമന്റ് ഇടുന്നവർ. അപ്പൊ ആ വീടിന്റെ തുടക്കം ഞാൻ അങ്ങനെ വെക്കാം. വീഡിയോ തീരുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ ഒരു ഓട്ടോക്കാരനെ നമ്മൾ ഇന്ന് ലക്ഷപ്രഭു ആക്കാൻ പോവാ.
ഇല്ലേ ആ ഒരു രമേശ് ഏട്ടൻ അറിയാലോ, നമ്മളാ വീഡിയോ നിക്കിന്റെ യൂട്യൂബിൽ തന്നെ പോയി എടുത്ത് കാണണം ആ വീഡിയോ. അത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ തന്നെ കാണണം അവരെടുത്ത എഫേർട്ട്. കാരണം നമുക്ക് കാണുമ്പോൾ ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ആ ഒരു വീഡിയോ അവർ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഒരാളാണ്. 8 മിനിറ്റ് അവരൊരു 2, 3, 4 ദിവസം അതിന്റെ പുറകെ മെനക്കെട്ടുന്നിട്ടാണ് ഈ ഒരു 8 മിനിറ്റ് ഷോർട്ട് ചെയ്തിട്ട് നമ്മളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. അതും വേറെ ആരുമല്ല, അത് നിക്കളിൽ തന്നെ ചെയ്യുന്നത്. ശരി, യൂട്യൂബിലൂടെ വരുമാനം കിട്ടുക, അവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് അതിനുള്ള പൈസ വിനിയോഗിച്ചോട്ടൊക്കെ ചെയ്യാം. ആ പൈസയൊക്കെ കൊടുക്കുന്നതിലൂടെ അതൊക്കെ കൂട്ടി വെച്ചാൽ പുള്ളിക്ക് എത്ര വീട് വാങ്ങാം, എത്ര കാറ് വാങ്ങാം, എന്തൊക്കെ ചെയ്യാം. അതൊന്നും ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യണില്ല. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവനെ കുറ്റം പറയാൻ അവിടെ ആൾക്കാരുള്ളൂ. അതുകൊണ്ട് നിക്കളിയ സപ്പോർട്ടിന് കൂടെ 100 പേരുണ്ട്. എന്തായാലും ഒരുത്തം കുറ്റം പറയുന്നുള്ള കാര്യം യാതൊരു വിധ സംശയം വേണ്ട. ആ കുറ്റം പറയുന്നവനെ മാറ്റി നിൽക്കുക. നമ്മൾ പറഞ്ഞ പോലെ 99 പേർക്കും വഴിതെറ്റി, എനിക്ക് മാത്രം വഴിതെറ്റിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ളവന്മാർക്ക്. അതുകൊണ്ട് കാരണം എനിക്ക് മെസ്സേജ് പറയാം, എനിക്ക് പൈസ തന്നിട്ടുണ്ടോ, നീ എന്തൊരു വീഡിയോ, അതും ഏതൊരു ഫേക്ക് അക്കൗണ്ടാണ് പോകുന്നുണ്ട്, അതൊന്നും എനിക്ക് വന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം പറയാം. വീട്ടില് വിഷം വരെ ഒഴിച്ചതാണ്, ചെതലിനടിക്കുന്ന ആ മരുന്നാണ് നമ്മൾ ഒഴിച്ചത്. കുട്ടികളെ ഒന്നും നോക്കിയില്ല. കാരണം ജീവിതം മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഞാനാണ് ആളിനൊരു പിടിവള്ളി കൊടുക്കണം. പക്ഷെ എനിക്കും വയ്യാണ്ടായി എന്ന് തോന്നിയപ്പോൾ ജനിച്ചാലൊരിക്കും മരിക്കും, അത് പക്ഷെ മാറി. പക്ഷെ ഈ പച്ച പിന്തുകളെ എന്ത് ചെയ്യും? മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണ് നമ്മൾ തോന്നിയ സുഹൃത്തുക്കളെ, ഇതാണ് രമേശ് ഏട്ടൻ. സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ശരാശരി ഓട്ടോ ചേട്ടൻ. നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായി കണ്ടെത്തിയതാണ് ഈ കൊച്ചു കുടുംബം. ഭാര്യ, 3 കുട്ടികൾ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. 2 പേർക്കും അസുഖം മാറിയിട്ട് സമയമില്ല. കുഞ്ഞു കുട്ടികളുടെ അസുഖങ്ങൾ വേറെ. മക്കളുടെ പഠിത്തത്തിനും ചികിത്സ സഹായത്തിനായി മൈക്രോ ഫിനാൻസിലെ സഹായം തേടി. അവിടെ തൊട്ട് കഥകൾ മാറി. ഇതാണ് അവിടുത്തെ അവരുടെ അവസ്ഥ തന്നെ. ഈ പറഞ്ഞ അവസ്ഥ തന്നെയാണ് അവരുടെ അവസ്ഥ. ഇതിൽ ഒരു സ്ക്രിപ്റ്റോ ഒരു ഫേമസ് ആകാൻ വേണ്ടിയിട്ടോ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അവര് എടുത്തു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കഷ്ടപ്പാട് കാര്യങ്ങൾ, ഇവന്റെ എന്താ അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് ക്യാമറ വെച്ചിട്ട് പറയിപ്പിച്ചു എന്നല്ലാതെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുക, കണ്ണിൽ കൂടെ കുറച്ച് വെള്ളം വരട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് ഒന്നുമല്ല ചെയ്തിരിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിത് നേരിട്ട് കാണണം. കണ്ണിൽ ഗ്ലിസറിൻ ഒഴിച്ചിട്ട് കരയിപ്പിച്ചതല്ല സുഹൃത്തുക്കളെ, അത് ആദ്യം മനസ്സിലാക്കണം. എടോ, ഒരാളിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നിട്ട് നിൽക്കുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. ഞാൻ പറയുന്നത് കുറച്ച് പേരുടെ കാര്യമാണ് ഇപ്പോഴും നെഗറ്റീവ് ഇത് പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏതോ ഒരു കുറഞ്ഞവൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഞാൻ അവൻ്റെ വീഡിയോക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പറയണത് ആ പാവപ്പെട്ട നിസ്സഹായ അവസ്ഥയുടെ അവൻ്റെ കണ്ണുനീര് വിറ്റ് പൈസ ഉണ്ടാക്കണമല്ലേ നിക്ലോക്സ് എന്ന് പറഞ്ഞിട്ട്. എടോ, എത്ര പേര് എന്നെ സഹായിക്കണം അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര പേര് ആത്മഹത്യന്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരിനെയൊക്കെ പോയി ഒരു നേരം കണ്ട് അവരിനെയൊക്കെ സഹായിച്ച് ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് അവർക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനമൊക്കെ മേടിച്ച് കൊടുത്ത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ചില്ലറ മനസ്സല്ല. അവന്റെ കുടുംബക്കാർ പോലും ചെയ്യില്ല അങ്ങനെയുള്ളത്. നിക്കിന്റെ ഒരു ജോണർ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പുള്ളി ചെയ്യുന്നത് ഇങ്ങനെയുള്ള വീഡിയോസാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സഹായങ്ങളാണ്. ഇത് ആന്ധ്രയിൽ ഒരുത്തൻ ചെയ്യുന്നുണ്ട്. അവൻ ലക്ഷങ്ങളും കോടികളും വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത്രയും റീച്ചുള്ളൊരു അക്കൗണ്ടാണ്. കേരളത്തിൽ നിക്കാണ്. അതിൽ നമുക്കൊരു അഭിമാനിക്കണ്ടല്ലോ വേണ്ടത്. എടാ, നാളെ ഈ കമന്റ് ഇടുന്നവന്റെ വീട്ടിലും ഈ ഒരു അവസ്ഥ വരും ചിലപ്പോ. അന്നും ഈ ഒരു എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സുഹൃത്തിന് ഒരു വയ്യ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ് മെൻഷൻ ചെയ്ത് വരുന്ന നിക്ക് കൊണ്ടാണ് മെൻഷനിൽ വരുന്നത്. അതിൽ ഉണ്ട് പുള്ളി ഉണ്ടാക്കി വെച്ച ആ ഒരു വിശ്വാസം, ആള് വന്നാൽ ശരിയാക്കി തരും എന്നുള്ളൊരു വിശ്വാസം. അത് പുള്ളിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പുള്ളി വീഡിയോ ചെയ്യുന്നു, പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്തു പോണു. അതിന് കുരുപൊട്ടേണ്ട കാര്യം എന്താണ്? ആൾക്കാർക്ക് ഉയർച്ചയിൽ അഹങ്കരിച്ചിട്ട് നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ഉയർച്ച, എന്താ അഹങ്കരിക്കുന്നത്? സ്വന്തം കയ്യിലെ പൈസ അവർക്ക് സഹായിച്ചു, എത്ര ലക്ഷം രൂപ അത് കൈവച്ച അവന് എന്തൊക്കെ കാര്യം നടക്കും? അതാരും ചിന്തിക്കില്ലല്ലോ. ഇവിടെ നല്ല ചെയ്യാൻ പറ്റില്ല, അതാണ് അവസ്ഥ. എന്റെ പിഞ്ചു മക്കൾക്ക് അന്നം കൊടുക്കേണ്ട എനിക്ക് ആ കൂടിയുള്ള ഒരു മുതലാണത്. നമ്മളെ കയ്യിൽ ഒരു വഴിയും ഇല്ല.
എന്താ ചെയ്യണം ദൈവത്തിനെ നമുക്ക് പോലെ അറിയില്ല. എനിക്ക് പേര് പറയാൻ അറിയില്ല. അതേ സുഹൃത്തുക്കളെ, കാരണം രമേശ് ഏട്ടന് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒരു ക്ലൂ ഇല്ല. ഒരു പക്ഷേ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞാൽ ആ ത്രില്ല്, ആ സസ്പെൻസ് അത് നഷ്ടപ്പെടും. സോ ഇത് മൊത്തം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ എന്റെ ക്രൂ മെമ്പേഴ്സിനെ വിട്ടു. ബട്ട് ഡോണ്ട് വറി, എല്ലാം മേളിയിരിക്കുന്നവൻ കാണുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും അവിടെ പോയി എടുത്ത് കാണണം. 8 മിനിറ്റ് ഒരു വീഡിയോ ആണ്, സൂപ്പറാണ്. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ നാട്ടും പുറത്ത് എടുത്തത് കൊണ്ട് പറയല്ല. നിക്കിന്റെ വീഡിയോ നമ്മളൊരു സിനിമ കാണുന്ന പോലെ 8 മിനിറ്റിൽ നമുക്ക് 2 മണിക്കൂർ സിനിമ കണ്ട ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത്രയും നല്ല രീതിയിൽ എഡിറ്റിങ്, കാര്യങ്ങൾ, സൗണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, വീഡിയോന്റെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ചെയ്തു. അവരുടെ ഒരു ഇതൊക്കെ മ്യൂസിക്കും കാര്യങ്ങളും ഇടയിൽ കയറ്റിയിട്ടൊക്കെ ചെയ്തു. എന്നിരുന്നാൽ കൂടി ആ കുടുംബം ഇപ്പൊ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇനി ആ വീഡിയോയിൽ റീച്ച് ആയിട്ട് വീഡിയോന്ന് പൈസ കിട്ടുന്നത് നിക്കിന്റെ കയ്യിൽ തന്നെ വിടും. നിക്കിന്റെ കയ്യിൽ തന്നെയാണ്. പക്ഷെ ആ ചെലവാക്കിയ പൈസ, അത് സ്പോൺസർഷിപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ ചെലവാക്കിയ പൈസ അത് ആ കുടുംബത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടും. നിക്കെ നീ പൊളിക്ക്, നിന്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടി ഇഷ്ടം പോലെ സ്നേഹിക്കുന്നവരുണ്ട്. ഈ 1, 2, 3 പേര് പറയുന്നത് കേട്ടിട്ട് നീ തളരരുത്. കാരണം വേറൊന്നുമല്ല, ഇനിയും ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങൾ നിലവിലുണ്ട്. അത് നിക്കിന് പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമോ. കൂടെ സപ്പോർട്ടിന് നമ്മളെ പോലെയുള്ള പ്രേക്ഷകരുണ്ട്.